സൂറത്ത് മറിയമിലെ 30-ാമത്തെ വചനമാണ് ഇനി പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. ഒന്നുകൂടെ. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. وبرا بوالدتي ولم يجعلني جبارا شقيا. والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ മറിയം ബീവിയുടെ ഗർഭവും അവരതുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയതും ആളുകൾ ആക്ഷേപിച്ചതും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവർ ഒന്നും സംസാരിക്കാതെ അവരോട് ആംഗ്യം കാണിച്ചതുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവർ ചോദിച്ചു, കൈഫ നുക്കല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യ, തൊട്ടിലിൽ കുട്ടിയായി കിടക്കുന്ന ഒരാളോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക എന്ന് അവർ മറിയം ബീവിയോട് ചോദിച്ചതും 29 വരെയുള്ള ആയത്തുകളിൽ പഠിച്ചു. അവിടെ അല്ലാഹു തആല ഒരു ദൃഷ്ടാന്തം കൂടി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. മറിയം ബീവിയുടെ ചരിത്ര ശുദ്ധി ബോധ്യപ്പെടുത്തുവാനും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് വ്യക്തമാക്കുവാനുമായി ഒരു ദൃഷ്ടാന്തം കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലൂടെ വ്യക്തമാക്കുന്നു. അതാണ് ഈ 30 മുതലുള്ള നമ്മൾ ഓതി വെച്ച ആയത്തുകൾ. ആ വിഷയമാണ് പറയുന്നത്. അതാണ് ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. ഖാല, ആ കുട്ടി പറഞ്ഞു. ഖാല, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ആ കുട്ടി. അത് കുട്ടിയോട് ചോദിക്കാനുള്ള പറഞ്ഞു. ഫാഷാറത്ത് ഇലൈഹിനാണല്ലോ, ആ കുട്ടിയേക്ക് ചൂണ്ടിക്കാണിച്ചു എന്നാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, ഖാലു കൈഫ നുക്കല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യ. ആ സ്വബിയ്യ് പറഞ്ഞു. ഖാല, ആ സ്വബിയ്യ്, ആ കുട്ടി പറഞ്ഞു. എന്തു പറഞ്ഞു? ഇന്നി അബ്ദുല്ലാഹ്, ഇന്നി നിശ്ചയം ഞാൻ, അബ്ദുല്ലാഹി അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പൊ തൊട്ടിൽ വെച്ച് ആ കുട്ടി സംസാരിക്കുന്നു. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഖാല, ആ കുട്ടി പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞു 3 കുട്ടികളാണ് തൊട്ടിൽ വെച്ച് സംസാരിച്ചത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട കുട്ടിയാണ് ഈ പറയുന്ന ഈസാ അലൈഹിസ്സലാം. അപ്പം അദ്ദേഹം സംസാരിച്ചു തൊട്ടിൽ വെച്ച്, ഒരു അത്ഭുതമായിട്ട്. കാലാകാലം പിന്നെ അങ്ങ് സംസാരിച്ചൊന്നുമില്ല. ഈ സംസാരമാണ് തൊട്ടിൽ വെച്ച് നിർവഹിച്ചത്. പിന്നെ സാധാരണ കുട്ടികളെപ്പോലെ തന്നെയാണ് വളർന്നതൊക്കെ. അപ്പം ഇവിടെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യമായി പറഞ്ഞ വാക്ക് ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്നാണ്. അപ്പോൾ ദൈവപുത്രനാണ് എന്നാണ് ഇന്ന് അദ്ദേഹത്തെ പറ്റി, ഇന്നല്ല മുമ്പ് മുതൽ തന്നെ പലരും വിശ്വസിച്ചു പോരുന്നത്.
ആ വാദത്തെ ഇല്ലാതാക്കുന്നതാണ് ഒന്നാമത്തെ വാക്ക് തന്നെ, ഇന്നി അബ്ദുള്ള. അപ്പം അതോടുകൂടി ഒരിക്കലും ദൈവപുത്രനാണെന്നോ ദൈവമാണെന്നോ വാദിക്കാൻ യാതൊരു വകുപ്പുമില്ല എന്ന് ബോധ്യപ്പെടുമാറുള്ള പ്രയോഗമാണ് സംസാരം തുടങ്ങിയപ്പോൾ തന്നെ ഇന്നി അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്ന് പറഞ്ഞതിലൂടെ ഉണ്ടാകുന്നത്. മാത്രവുമല്ല ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, ആതാനി അവൻ എനിക്ക് നൽകിയിരിക്കുന്നു, ആതാ നൽകി, നീ എനിക്ക്, ആതാനി എന്നാണ് ഓതുമ്പോൾ ആതാനിയൽ കിതാബ എന്ന് ഓതും, ആതാനി അൽ കിതാബ എന്നാണ്, ആതാനി അൽ കിതാബ. അത് ഓതുമ്പോൾ ആതാനിയൽ കിതാബ, ആ ഹംസ ഉച്ചരിക്കാതെ പോകും, പകരം യാതൊരു ഫതഹായി കൊണ്ട് ഉച്ചരിക്കും. അതാണ് ആതാനിയൽ കിതാബ. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ, ആതാനി എനിക്കവൻ നൽകി, അൽ കിതാബ കിതാബ് എനിക്കവൻ നൽകിയിരിക്കുന്നു, വജഅലനി എന്നവൻ ആക്കുകയും ചെയ്തിരിക്കുന്നു, നബിയ്യ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, എനിക്ക് അള്ളാഹു കിതാബ് നൽകിയിരിക്കുന്നു, എന്നവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് കിതാബ് നൽകിയെന്നല്ല, ഇപ്പോൾ ഈ സംസാരിക്കുന്ന പ്രായത്തിൽ കിതാബ് കിട്ടിയിട്ടില്ല, അത് പിന്നീടാണ് ലഭിക്കുന്നത്, നുബുവത്ത് ലഭിക്കുന്നത് പിന്നീടാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അത് നൽകാൻ റബ്ബ് നിശ്ചയിച്ചു നടത്തും, എനിക്ക് റബ്ബ് കിതാബ് നൽകാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അതേപോലെ നബിയായ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇവിടെ നൽകി എന്ന് പറയുന്നത്. റബ്ബ് നൽകാൻ നിശ്ചയിച്ചാൽ അത് നൽകുന്നത് ഉറപ്പാണ്. അപ്പം അല്ലാഹുവിന്റെ ഖദാ ഖദർ സ്ഥാപിക്കുന്ന ഒരു ആയത്ത് കൂടിയാണ് ഇത്. ഖദരികൾ ഉത്തരം പറയാൻ പ്രയാസപ്പെട്ട ആയത്ത് കൂടിയാണ്. ഖദർ നിഷേധിക്കുന്ന ഖദരികൾ പലപ്പോഴും ക്ലാസ് പറഞ്ഞാണ്, ഖദരികളും മുഅ്തസിലകളും ഒക്കെ. അപ്പോൾ ചരിത്രത്തിൽ ഖദറില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരാണ് ഖദരികൾ. ആ ഖദരികൾക്ക് ഉത്തരം പറയാൻ പ്രയാസമുള്ള ആയത്തുകളിൽപ്പെട്ട ഒരു ആയത്താണ് ഇത്. കാരണം ഭാവി നടക്കാൻ പോണ കാര്യം അന്ന് തീരുമാനിച്ചു വെച്ചത് ഇപ്പം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ താനിലെ കിതാബ് വജഅലനി നബിയ്യ, അവരെ വീക്ഷണപ്രകാരം അങ്ങനെ കഥാകഥകളൊന്നുമില്ല, എല്ലാം അപ്പോഴെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അങ്ങനെ മുൻകൂട്ടി ഒരു കാര്യം തീരുമാനിക്കുകയോ നിശ്ചയിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഖദരിയാക്കളുടെ അസുല്. ആ അസുലിനെ പൊളിക്കുന്നതാണ് ഈ ഒരു പ്രഖ്യാപനങ്ങൾ. ധാരാളമായിട്ട് അങ്ങനെയുണ്ട്. ചിലതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് അവരതിനെ ആ നിലക്കൊപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവിടെ ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥ അവർക്ക് ഉണ്ട്. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ്, എനിക്ക് കിതാബ് നൽകിയിരിക്കുന്നു, ആതാനി എനിക്കവൻ നൽകി, അൽ കിതാബ കിതാബിനെ. അപ്പം നൽകി എന്ന് പറഞ്ഞാൽ നൽകാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് എന്നാണ് പ്രബലമായ വീക്ഷണങ്ങൾ. തഫ്സീർ ഇബ്നു കസീറും ഇമാം ഖുർത്തുബിയൊക്കെ അങ്ങനെയാണ് ഇതിന് വ്യാഖ്യാനം നൽകി കാണുന്നത്. എന്നാൽ ചില ഒറ്റപ്പെട്ടവരൊക്കെ ജനിച്ചു വന്നപ്പോഴേ അദ്ദേഹത്തിന് ഇഞ്ചിയിലൊക്കെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞ ചില ദുർബലമായ റിപ്പോർട്ടുകൾ ഉണ്ട് താനും, സ്ഥിരപ്പെട്ടവയല്ല. കിതാബ് കയ്യിലില്ലെങ്കിലും ഇഞ്ചിയിലെ ഉള്ളടക്കം അദ്ദേഹത്തിന് ജനിച്ചു വരുമ്പോൾ തന്നെ മനസ്സിൽ അത് പടിഞ്ഞിരുന്നു, അല്ലാഹ് പ്രത്യേകമായി ഒരു ബോധനമായി നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞ അഭിപ്രായക്കാരുണ്ട്. പക്ഷെ അഭിപ്രായം അത്ര പ്രബലമായ അഭിപ്രായമല്ല. പൊതുവെ ഖുർആൻ വ്യാഖ്യാത മുഫസ്സിറൊക്കെ സ്വീകരിച്ചു പോകുന്നതും പ്രബലപ്പെടുത്തിയതുമായ അഭിപ്രായം ആതാനിൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖലാഅൻ യഅതിൽ കിതാബ്, ഇത് കിതാബ് നൽകാൻ റബ്ബിന്റെ തീരുമാനമുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വജഅലനി നബിയ്യ, അതും അതേപോലെ തന്നെ വജഅലനി എന്നവൻ ആക്കുകയും ചെയ്തു, നബിയ്യ നബിയാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പം നബിയല്ല, ഭാവി നബുവത്ത് ലഭിക്കും. കാരണം അപ്പം നബിയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ നബിയുടെ എല്ലാ ദൗത്യങ്ങളും അവിടെ മുതൽ ആരംഭിക്കണം, ദഅവത്ത് ആരംഭിക്കണം. നൽകി, ആ തനി നൽകി, നൽകപ്പെട്ടതാണെങ്കിൽ ആക്കി, ജഅലനി ആക്കി. ഇല്ല, പറഞ്ഞിട്ടില്ല. അൽ കിതാബ് അറിയപ്പെട്ടതാണ്. ആതാനി അൽ കിതാബ് എന്ന് വരുമ്പോൾ എല്ലാ കിതാബും കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിന് കൊടുത്ത പ്രത്യേകമായ കിതാബുണ്ട്, അതാണ് ഇഞ്ചീൽ. അതുകൊണ്ടാണ് അൽ കിതാബ് അലിഫ് ലാം ഉള്ളത്. മറ്റത് എന്നെ പ്രവാചകനാക്കിയേ ഉള്ളൂ. അപ്പോൾ പ്രവാചകന്മാർ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകൻ എന്ന് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. വജഅലനി നബിയ്യ, അപ്പോൾ അവിടെയും ഇതേപോലെ ഇപ്പം നബിയാണെങ്കിൽ ആ കൗമിന് അപ്പോൾ തന്നെ വിശ്വസിക്കൽ നിർബന്ധമായി. ഒരു നബി വന്നു കഴിഞ്ഞാൽ ആ നബി വിശ്വസിച്ചില്ലെങ്കിൽ മറ്റുള്ള ഈമാന് ശരിയാവില്ല. ഒരാൾ വന്നിട്ട് ഞാൻ നബിയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ നബിയെ വിശ്വസിക്കൽ ആ സമൂഹത്തിന് നിർബന്ധമാണ്. വിശ്വസിക്കാതിരിക്കലും
ആ സമൂഹത്തിൽ വിശ്വാസികളാകാൻ കഴിയുകയില്ല. അതാണ് നബിയും വലിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഒരു വലിയ ഞാൻ വലിയാണെന്ന് അവകാശപ്പെടൂല, അതിൻ്റെ ആവശ്യം വരില്ല. നബി ഒരു സമൂഹത്തിൽ വന്നാൽ നബിയാണ് എന്ന് പ്രഖ്യാപിക്കണം. അള്ളാഹു ദൗത്യവുമായി നിയോഗിച്ചതാണ്. ഒരു നബിയെ വിശ്വസിച്ചില്ലെങ്കിൽ ആ സമൂഹം വിജയിക്കുകയില്ല. ഒരു സാക്ഷാൽ വലിയ തന്നെയും അയാൾ വലിയ അല്ലാന്ന് ആൾക്കാർ വിശ്വസിച്ചു, എന്നാൽ ആൾക്കാരുടെ ഈമാന് കുഴപ്പമുണ്ടോ വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഒരാൾ വലിയായിരുന്നു, പക്ഷെ ആളുകളെ പറ്റി അയാൾ വലിയല്ല എന്ന് വിശ്വസിച്ചാലും ആളുകളെ ഈമാൻ അത് കോട്ടമില്ല. കാരണം ഇയാൾ വലിയ വിശ്വസിക്കൽ ഒരാളെ ഏൽപ്പിച്ച പണിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വിലായത്ത് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല, നുബുവത്ത് പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കറാമത്ത് മറച്ചു വെക്കലാണ് ബാധ്യത എന്ന് പറയുന്നതുകൊണ്ടാണ്. കറാമത്ത് ഉണ്ടായാൽ പോലും മറച്ചു വെക്കണം, എന്നാൽ മുഅ്ജിസത്ത് വെളിപ്പെടുത്തണം. കാരണം മുഅ്ജിസത്ത് എന്തിനാണ്? ഇദ്ദേഹം നബിയാണ് എന്നതിന് തെളിവായി അല്ലാഹു തആല നടപ്പാക്കുന്നതാണ്. അത് സമൂഹം അറിയണം, അപ്പോഴേ ഒരിക്കൽ വിശ്വസിക്കാൻ അതൊരു നിമിത്തമായി മാറുകയുള്ളൂ. മറ്റത് സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയല്ല, അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അല്ലാഹു തആല എന്തെങ്കിലും ഒരു അസാധാരണമായ വഴിയിൽ വല്ലതൊക്കെ സഹായമോ വല്ല രക്ഷയോ നൽകലാണ്. അത് സമൂഹത്തെ അറിയിക്കേണ്ടതോ സമൂഹം അത് വിശ്വസിക്കേണ്ടതോ അറിയേണ്ടതോ ഒന്നുമല്ല. അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു എന്നുള്ളത് അത് അദ്ദേഹം കൂടുതൽ വിനയാനിതനാകാനാണ് അത് നിമിത്തമായി മാറേണ്ടത്. വജഅലനി നബി, അപ്പം എന്നെ നബി ആക്കിയതല്ല, ഇപ്പം ആക്കിയതല്ല, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ഞാനൊരു പ്രവാചകനാണ്. സമയമാകുമ്പോൾ നുബുവത്ത് കിട്ടാൻ സമയമാകുന്നത് എപ്പോഴാണോ അള്ളാഹു നിശ്ചയിച്ചത് ആ സമയത്ത് ആ നുബുവത്ത് അല്ലാഹു തആല നൽകും. എന്നാൽ അള്ളാഹിൻ്റെ തീരുമാനത്തിൽ വളർന്നു വലുതായാൽ ഇദ്ദേഹം നബിയാവാനുള്ള ആളാണ്. അപ്പം തൻ്റെ മാതാവ് ഒരു അവിഹിതമായി ഗർഭം ചുമന്നതല്ല എന്ന് ബോധ്യപ്പെടുത്തലാണ് ഒന്നാമത്തെ ഉദ്ദേശം. ഇവിടെ വിഷയതാണല്ലോ, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂക്കി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുക്കി ബഗിയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങേറ്റം ആക്ഷേപിച്ച, എന്തേ നീ ഇങ്ങനെ ആയത്, എൻ്റെ വാപ്പ ഇങ്ങനെയല്ലല്ലോ, ഉമ്മ ഇങ്ങനെയല്ലോ, നീ എന്തേ ഇങ്ങനെ മോശക്കാരിയായത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ് ഈ കുട്ടി സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഒരു അവിഹിതത്തിലുണ്ടായ മകനല്ല, എൻ്റെ ജന്മം പോലും ഒരു അത്ഭുതമാണ്, റബ്ബ് ഇവിടെ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു, അതിൻ്റെ ഭാഗമാണിത് എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തലാണ് അല്ലാഹു തആല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. വജഅലനി, എന്നെ അല്ലാഹു തആല ആക്കിയിട്ടുണ്ട്, മുബാറക്കൻ ബറക്കത്തുള്ളവനാക്കിയിട്ടുണ്ട്. മുബാറക് അനുഗ്രഹീതൻ, അള്ളാഹുവിൻ്റെ ബറക്കത്ത് പ്രത്യേകമായി ലഭിച്ചവർ, അതാണ് മുബാറക്. ബറക്കത്ത് നൽകപ്പെട്ടവർക്കാണ് മുബാറക് എന്ന് പറയുക. ഖുർആൻ പലപ്പോഴും ഉപയോഗിച്ച വാക്കാണ്. ഖുർആനെ പറ്റി പറഞ്ഞപ്പോഴും കിതാബും മുബാറക്, മുബാറക്കായ ഗ്രന്ഥം. അതേപോലെ മാ മുബാറക്, ആകാശത്തിൽ നിന്ന് നാം ഇറക്കി, മാ മുബാറക്ക അനുഗ്രഹീതമായ വെള്ളം ആകാശത്തിൽ നിന്ന് നാം ഇറക്കി. അതേപോലെ സംസമിനെ പറ്റി പറഞ്ഞപ്പോഴും മുബാറക്കാണ്, അനുഗ്രഹീതമായ വെള്ളമാണ്. മുബാറക് ബറക്കത്ത് നൽകപ്പെട്ടത് എന്നാണ് നേരെ വാക്കർത്ഥം. ബറക്കത്ത് നൽകപ്പെട്ടവൻ അല്ലെങ്കിൽ നൽകപ്പെട്ടത്. ബറക്കത്ത് മുബാരിക് എന്നത് അള്ളാഹു ആണ്. മുബാരിക് ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹ്. മുബാറക് ബറക്കത്ത് ഏതിനെല്ലാം നൽകപ്പെട്ടുവോ അതിനെല്ലാം മുബാറക് എന്ന് പറയാം. ബറക്കത്ത് എന്നാൽ സിയാദത്തുൽ ഖൈർ, സബാത്തുൽ ഖൈർ എന്നാണ് നേരെ ബറക്കത്തിന് വിശദീകരണം. സിയാദത്തുൽ ഖൈർ, അധികമുള്ള ഖൈർ. അപ്പം അള്ളാഹു ഒന്നിൽ ബറക്കത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സമാനമായ പലതിലും കൊടുക്കാത്തൊരു ഖൈർ അള്ളാഹു അതിൽ നൽകിയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അതാണ് ബറക്കത്ത്. അപ്പം ബറക്കത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു, ആരുടെ കയ്യിലാണോ സർവാധിപത്യവുമുള്ളത് അവനാകുന്നു ബറക്കത്തിൻ്റെ ഉടമ. ബറക്കത്തുടയവൻ അവനാണ്, ബറക്കത്ത് നൽകുന്നവൻ അള്ളാഹ്. അതുകൊണ്ട് ബറക്കത്ത് ചോദിക്കേണ്ടതും അള്ളാഹുവിനോട്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അള്ളാഹു മുഹമ്മദ് നബിക്കും കുടുംബത്തിന് ബറക്കത്ത് നൽകണേ. ബറക്കത്ത് നൽകുന്നവൻ അള്ളയാണ്. എന്നാൽ നൽകിയാൽ അള്ളാഹു എന്ത് ഖൈറാണോ നൽകിയത് ആ ഖൈർ അതിലുണ്ടാകും. അത് ഒന്നിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ത് ഖൈർ അള്ളാഹ് നൽകി നമുക്ക് അറിയണമെന്നില്ല. ഏത് ഖൈറാ കൊടുത്തു, റബ്ബ് കൊടുത്ത ഖൈർ എന്താണോ അതുണ്ടാകും. അത് ഇന്നതാണ് എന്ന് അള്ളാഹു റസൂല പഠിപ്പിച്ചെന്നാൽ അത് നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ അള്ളാഹു റസൂലും പറയണം. ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം അള്ളാഹു റസൂലും പറയണം. അതൊന്നുമില്ലെങ്കിൽ ഒരു സംഗതിയെപ്പറ്റി അത് മുബാറക്കാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. അപ്പോൾ കച്ചവടം ആരംഭിക്കുമ്പോൾ നമ്മോടൊക്കെ പറയും
ഒരു പുതിയ തുടങ്ങുക, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. അപ്പം നമ്മളൊക്കെ എന്താ സാധന പറയാ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താണ് ബർക്കത്ത്? സമാനമായി ഇതേ കച്ചവടങ്ങൾ ആ നാട്ടിൽ പലതുണ്ടാവും. പക്ഷെ അവർക്ക് കിട്ടിയതിനേക്കാൾ ഏറെ ഹൈറ് എനിക്കുണ്ടാവും. ഇപ്പോൾ ഒരേ കച്ചവടം അപ്പുറപ്പുറം നടക്കുന്നു. ഒരാൾക്ക് നല്ല കച്ചവടം, നല്ല ലാഭം, മറ്റോന് ഇതേ കടയാണ്, പക്ഷെ ഓനങ്ങനെ വെറുതെ അന്തം വിട്ടിരിക്കുകയാണ്. നമ്മൾ പറയും ഇവന് ഭയങ്കര ബർക്കത്ത് അല്ല കൊടുത്തേക്കെന്ന് പറയും. രണ്ടാൾക്കും ഒരേ കച്ചവടമാണ്, ഒരേ മാർക്കറ്റിലാണ്, ഒരേ ബിൽഡിങ്ങിലാണ്, പക്ഷേ ഒരാൾക്ക് പ്രത്യേകമായി നന്മ ലഭിക്കുന്നു. മക്കളിൽ ബർക്കത്ത് അതുണ്ടാവാം. ഇപ്പം എനിക്ക് കുട്ടിയുണ്ടായി എന്ന് പറയുമ്പോൾ അള്ളാഹു ബർക്കത്ത് ചൊല്ലിട്ടെ. അപ്പം ആ കുട്ടിക്ക് അള്ളാഹു പ്രത്യേകമായി ചില ഹൈറുകൾ നൽകട്ടെ. അപ്പം 10 കാര്യം മുബാറക്കാണെങ്കിൽ ആ 10നുമുള്ള ബർക്കത്തുകൾ 10 ഐറ്റമായിരിക്കും. ആയുസ്സിൽ ബർക്കത്ത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ ആയുസ്സിൽ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് ഒരാൾ ഒരു കുറച്ചു കാലം ജീവിച്ചുള്ളൂ, പക്ഷെ ഒരുപാട് കാലം ചെയ്യാൻ കഴിഞ്ഞു, അത് ബർക്കത്താണ്. വേറൊരാൾ കുറേ കാലം ജീവിച്ചു, കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അപ്പം അയാൾക്ക് ഈ ഖൈർ അവിടെ ലഭിച്ചിട്ടില്ല. 100 വയസ്സായി ജീവിച്ച് നരകത്ത് പോയാൽ അവിടെ എന്താ കാര്യമുള്ളത്? 30-ാം വയസ്സിൽ മരിച്ച് സ്വർഗം കിട്ടി, അതല്ലേ ലാഭം. അപ്പം ബറക്കത്ത് എന്തിലും ഉണ്ടാവാം. ആയുസ്സിലുണ്ടാവാം, സമ്പത്തിലുണ്ടാവാം, സന്താനങ്ങളിലുണ്ടാവാം, സമയത്തിലുണ്ടാകാം, എല്ലാത്തിലും ഈ ബറക്കത്ത് എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോന്നിലും നിശ്ചയിച്ച ചില ഖൈറുകൾ ഉണ്ടാവും. ഒന്നിൽ അല്ലാഹു പ്രത്യേകമായ ചില ഖൈറുകൾ നൽകുന്നു, അതാണ് ബറക്കത്ത്. അപ്പോൾ സംസം ബറക്കത്താണ്, മഴവെള്ളവും ബറക്കത്താണ്. ഖുർആനിൽ മഴവെള്ളത്തെ പറ്റി പറഞ്ഞപ്പോൾ മാഅം മുബാറക വഅൻസൽനാ മിനസ് സമാഇ മാഅം മുബാറക, ആകാശത്തിൽ നിന്ന് മുബാറക്കായ വെള്ളം നാം ഇറക്കി എന്ന് പറയുന്നുണ്ട്. സംസമിനെ പറ്റി പറഞ്ഞപ്പോഴും അത് മാഉം മുബാറക്കാണ് എന്ന് ഹദീസിൽ കാണാം, അനുഗ്രഹീതമായ വെള്ളമാണ്. ഇത് തെറ്റിദ്ധരിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞത് സംസമത്തിൽ പ്രത്യേകം അങ്ങനെ ഇതൊന്നുമില്ല, അത് മഴവെള്ളം ബർക്കത്തല്ലേ, അതേപോലെ തന്നെ ഇതുള്ളൂ. അല്ല, മഴവെള്ളം ബർക്കത്താണ്, സംസം വെള്ളം ബർക്കത്താണ്. എന്നാൽ സാധാരണ ഭൂമിയിൽ നിന്ന് ഉറവായി കിട്ടുന്ന വെള്ളത്തിൽ ഇല്ലാത്ത ചില ഖൈറുകൾ മഴവെള്ളത്തിനുണ്ട്. ആ മഴവെള്ളത്തിൽ ഇല്ലാത്ത വേറെ ചില ഖൈറുകൾ സംസമിനുണ്ട്. രണ്ടും ബർക്കത്ത്, പക്ഷെ രണ്ടിൻ്റെയും ബർക്കത്ത് ഒന്നാണോ? അല്ല. സംസമിന്റെ ബർക്കത്ത് എന്താണ്? അത് ഹദീസിൽ വന്നു, അത് രോഗത്തിന് ശമനമാണ്, അതേപോലെ വിശപ്പിന് ഭക്ഷണമാണ്, എന്തിനു വേണ്ടി കുളിച്ചുവോ അതിന് പര്യാപ്തമാണ്. സംസം കുടിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ അതിൻ്റെ ഖൈറ് എന്താണ് എന്ന് ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. അപ്പം നമുക്ക് അത് അംഗീകരിക്കാം. അല്ലാഹു റസൂലോ പറഞ്ഞു ഇതിൻ്റെ ബർക്കത്ത് ഇന്നതൊക്കെയാണ്, അപ്പം അതതിൻ്റെ ബർക്കത്താണ്. മഴവെള്ളത്തിൻ്റെ ബർക്കത്ത് എന്താണ് എന്ന് അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല, പ്രശ്നമില്ല. പക്ഷെ അള്ളാഹ് അതിന് ബർക്കത്ത് നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ സാധാരണ മറ്റു വെള്ളങ്ങളെക്കാൾ ഏറെ ചില ഖൈറുകൾ മഴവെള്ളത്തിലുണ്ട്. അത് എന്താ, എങ്ങനെ, അല്ലാഹു അഅലം, നമുക്കറിയില്ല. മസ്ജിദുൽ അഖ്സയെ പറ്റി പറയുമ്പോൾ പറഞ്ഞു ബാറക്നാ ഹൗലഹു, ബാറക്നാ ഹൗലഹു, അതിന് പരിസരത്തിൽ നാം ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല, സൂറത്ത് ഇസ്രാഈൽ 1-ാമത്തെ ആയത്ത്. ബാറക്നാ ഹൗല, അതിന് ചുറ്റും നാം ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ബർക്കത്താണ് അല്ലാഹു ചൊരിഞ്ഞത്? അല്ലാഹു അഅലം. തഫ്സീർ പല അഭിപ്രായങ്ങൾ കാണാം. അവിടെ എല്ലാത്തരം കൃഷിയും ഉണ്ടായിരുന്നു, അവിടെ നല്ല ഫലഭൂഷ്ടിയായിരുന്നു, അവിടെ വെള്ളം അല്ലാഹു ധാരാളമായി കൊടുത്തിരുന്നു, അതൊക്കെ ആയിരിക്കാം. അപ്പോൾ വ്യത്യസ്ത ധാരാളം പ്രവാചകന്മാർ വന്ന പ്രദേശമാണ് അവിടെ, അതൊരു ബർക്കത്താണ്. അതിൻ്റെ പരിസരത്ത് ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അതൊരു ബർക്കത്താണ്. അപ്പം ഇങ്ങനെ പലതിനും പല ബർക്കത്തായിരിക്കാം. ഇവിടെ വജഅലനി മുബാറക്കൻ, അവൻ എന്നെ മുബാറക്കാക്കിയിരിക്കുന്നു, അനുഗ്രഹം നൽകപ്പെട്ടവനാക്കിയിരിക്കുന്നു റബ്ബനെ. അപ്പം അള്ളാഹു മറ്റുള്ള മക്കൾക്ക് നൽകിയിട്ടില്ലാത്ത പ്രത്യേകമായ ചില ബർക്കത്തുകൾ, ചില ഖൈറുകൾ എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ ഈസാ അലൈഹി സ്വലാം പ്രഖ്യാപിക്കുന്നത്. അപ്പം ബർക്കത്ത് ചോദിക്കേണ്ടത് റബ്ബിനോടാണ്, കാരണം ബർക്കത്തിൻ്റെ ഉടമ അള്ളാഹുവാണ്. ബർക്കത്തിനായി കിട്ടിയെന്ന് അറിഞ്ഞാൽ പോലും അയാളുടെ പോയി ബർക്കത്ത് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. ഒരാൾക്ക് അല്ലാഹു ബർക്കത്ത് കൊടുത്തു എങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് ബർക്കത്ത് നൽകണേ എന്ന് പറയാൻ പറ്റുമോ? ഒരാൾ ആയുസ്സിൽ ബർക്കത്ത് കിട്ടി, നിങ്ങൾക്ക് ആയുസ്സിൽ ബർക്കത്തുള്ളതല്ലേ, കുറച്ചായി എനിക്കും തരി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ബർക്കത്ത് നൽകുന്നത് അള്ളയാണ്. അപ്പം ഇബ്രാഹിം നബിക്ക് ബർക്കത്തുണ്ട്, പക്ഷെ നമ്മുടെ പ്രാർത്ഥന അല്ലാഹുവേ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിന് നീ അനുഗ്രഹം ചൊരിയണമേ. അല്ലാതെ ഇബ്രാഹിം നബിയെ നിങ്ങൾ മുഹമ്മദ് നബിക്ക് കുറച്ച് ബർക്കത്ത് കൊടുക്കണേ എന്നല്ല.
അല്ലെ അള്ളാഹുവേ ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ട് മുഹമ്മദ് നബിക്ക് അനുഗ്രഹിക്കണേ എന്നുമല്ല. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ നൽകണം. അപ്പം നൽകുന്നത് അള്ളാഹുവാണ്, ചോദിക്കേണ്ടതും റബ്ബിനോടാണ്. റബ്ബ് ഒന്നിൽ ബറക്കത്ത് നൽകിയാൽ ആ ബറക്കത്ത് നമുക്ക് ഉപയോഗിക്കാൻ വഴിയുണ്ടെങ്കിൽ അള്ളാഹു റസൂൽ പറഞ്ഞു തരും. ഇപ്പം സംസമിൽ ബറക്കത്തുണ്ട്, നമുക്കിത് ഉപയോഗിക്കാം, കുടിക്കാം. അതേപോലെ അത് കുടിച്ചുകൊണ്ട് ദുആ ചെയ്യാം. അതൊക്കെ അത് ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വഴികളാണ്. ആട് ബറക്കത്താണ്, ഹദീസിൽ കാണാം. ആട് ബറക്കത്താണ്. അത് ചെയ്യേണ്ടത് എന്താണ്? ആടിനെ വളർത്തുക. ഇത്തഖിലി ഗനമ ഫഇന്നഹാ ലകി ബറക. ഉമ്മുഹാനി എന്ന സ്വഹാബി വനിതയോട് നബി തങ്ങൾ പറഞ്ഞു, ഇത്തഖിലി ഗനമ, നീ ആടിനെ വളർത്തിക്കൊള്ളുക. ഫഇന്നഹാ ലകി ബറക, നിനക്കത് ബറക്കത്താകുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആടിൽ ഒരുപാട് ഖൈറുകളുണ്ട്, മറ്റു ജീവികൾക്ക് ഇല്ലാത്ത വേറെ കുറെ ഖൈറുകൾ ആടിനുണ്ട്. പ്രവാചകന്മാരൊക്കെ ആദ്യം പറഞ്ഞത് അള്ളാഹു ആടിനെ നോക്കാനാണ് പറഞ്ഞയച്ചത്. സമ്പത്ത് കൊടുക്കാൻ കഴിയും. ആ സമ്പത്ത് അള്ള വെച്ച ബർക്കത്ത് കൊടുക്കാൻ പറ്റുമോ? പൈസ കിട്ടിയോട് മാത്രം ബർക്കത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. സമ്പത്ത് കിട്ടിയത് കൊണ്ട് മാത്രം ബർക്കത്ത് ഉണ്ടാകുന്നില്ല. ഇപ്പൊ ചില കച്ചവടം കാണാം, നല്ല കച്ചവടം ഉണ്ട്, പൊരിഞ്ഞ കച്ചവട, പക്ഷെ എന്താ അറിയില്ല, ഒരു കാര്യത്തിൽ പെടുന്നില്ല. അറിയും അതന്നെ ബർക്കത്ത് തന്നെ. ആ പൈസ അല്ലല്ലോ, ആ പണമല്ല ബർക്കത്ത്. പണമാണ് ബർക്കത്തെങ്കിൽ പണമുള്ള എല്ലാവർക്കും ബർക്കത്ത് ഉണ്ടാവണം, പണമില്ലാത്ത ഒരാൾക്കും ബർക്കത്ത് ഉണ്ടായിക്കൂടാ. അപ്പൊ പൈസ ഇട്ടാന്നുള്ളതല്ല, ആ പണത്തിൽ അള്ളാഹു ചില പ്രത്യേകമായ ഖൈറുകൾ നിശ്ചയിച്ചു കൊടുക്കുന്നു. അത് ഓന് കൊടുക്കാൻ കഴിയുമോ? അത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതിന് നിമിത്തമായത് പക്ഷെ പണമായിരിക്കാം, അത് കൊടുക്കാൻ പറ്റിയേക്കാം. പക്ഷെ ആ പൈസ കിട്ടിയതുകൊണ്ട് ഇവന്റെ കാര്യം നടന്നോളുന്നുണ്ടോ? ഇല്ല. അതിന് അപ്പൊ ബർക്കത്ത് കൊടുക്കാൻ കഴിയില്ല. ഇവിടെ കൊടുക്കാൻ കഴിയുന്ന വധിക്കുന്നവരുണ്ട്, അതാണ് നമ്മൾ എതിർക്കുന്നത്. അല്ല, അത് എല്ലാത്തിനും ഉള്ളത് തന്നെ. ഇപ്പൊ ഇതന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, എല്ലാത്തിൻ്റെയും ആധിപത്യം അവരുടെ കൈകളാണ്. അവനാണ് ബറക്കത്തുടയവൻ. അപ്പൊ ആ ഉടയവനോടാണ് ചോദിക്കേണ്ടത്. മറ്റൊരു ബർക്കത്ത് ഉപയോഗപ്പെടുത്തലാണ്. അതെങ്ങനെ എന്താണോ കൊടുത്തത് എന്നറിഞ്ഞാൽ, എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് എന്നറിഞ്ഞാൽ അതങ്ങനെ ഉപയോഗിക്കാം. അത് അറിയാൻ വഴി എന്താണ്? അള്ളാഹു പറയണം. കൊടുത്ത അല്ലാണ്. എന്ത് കൊടുത്തു? അള്ളാഹു പറയണം, റസൂല് പറയണം. അത് എങ്ങനെ ഉപയോഗിക്കണം? അള്ളാഹു പറയണം, റസൂല് പറയണം. കാരണം ഇത് ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്നതല്ല. ഇത് അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേകമായ ചില ഖൈറുകളാണ്. അത് ബാഹ്യമായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, മറ്റൊരു ഇഷ്ടംപോലെ പൈസയുണ്ട്. അപ്പം നമ്മളെ ബുദ്ധിമുട്ട് തീർക്കാൻ വാഹനത്തിൽ പോയി പറഞ്ഞു കുറച്ച് പൈസ തന്നു. ആ പൈസ കൊണ്ട് പിന്നെ ബുദ്ധിമുട്ട് തീരുന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ അത് വാങ്ങിക്കൊണ്ടുപോയി പോണേക്ക് കാര്യം വേറെ എന്തെങ്കിലും അരിമല അടുങ്ങാതെ നിന്നിട്ട് അത് ഫുള്ള് അങ്ങാണ്ട് പോയി, അല്ലെങ്കിൽ പോക്കറ്റടിച്ച് പോയി. അപ്പോഴും ഈ പ്രശ്നം കിടക്കും. അപ്പോൾ ഒരാളുടെ പ്രശ്നങ്ങളിൽ അനുഗ്രഹം ചൊരിയാൻ ഒരാളെ കൊണ്ടും കഴിയുകയില്ല. ഒരുപക്ഷെ നിമിത്തമായി സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയേക്കാം. ആ സഹായം പോലും ഉപകാരപ്പെടണോ വേണ്ടേ? ചിലപ്പോൾ ആ സഹായം അതിനേക്കാൾ ദോഷമായി മാറുമോ ഇല്ലേ? അതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഖൈറ് നൽകുന്നത് ആരാ? അള്ളാഹു. ഖൈറ് നൽകുന്നവൻ അള്ളയാണല്ലോ. ഈമാൻ കാര്യത്തിൻ്റെ ഭാഗമാണ്. ഈമാൻ കാര്യത്തിൽപ്പെട്ടാണ് ഖൈറ് അള്ളാഹുവിൽ നിന്നാണ്. എങ്കിൽ വർദ്ധിച്ച ഖൈറോ? അതെങ്ങനെ ശേഖുന്നാവുക? ബർക്കത്ത് സിയാദത്തുൽ ഖൈറാണ്, വർദ്ധിച്ച ഖൈറ്. അപ്പൊ ഖൈറ് നൽകുന്നത് അള്ളയാണെങ്കിൽ അധികമായ ഖൈറ് നൽകുന്നത് ഏതായിരുന്നാലും അള്ളാഹു അല്ലേ. സാധാരണ ഖൈറ് പഠിച്ചോന്ന് വരും, എന്നാൽ എക്സ്ട്രാ ഖൈറ് ഇപ്പുറത്തുനിന്ന് വാങ്ങാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പൊ ഈമാൻ കാര്യത്തിലെ അസ്ലാണ് എല്ലാ ഖൈറുകളും ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്നത് ഈമാൻ കാര്യത്തിൻ്റെ ഭാഗമാണ്. ഏതായാലും ഇവിടെ വജഅലനി മുബാറക, എന്നെ അവൻ മുബാറക്കാക്കിയിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനാക്കിയിരിക്കുന്നു. ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും ശരി, ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് റബ്ബിൻ്റെ പ്രത്യേകമായ ചില ഖൈറുകൾ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. അഥവാ ജീവിത സാഹചര്യം എന്താവട്ടെ, എവിടേക്ക് എത്തിപ്പെടട്ടെ, എങ്ങനെയാണെങ്കിലും ശരി, എനിക്ക് അല്ലാത്ത ജീവിതത്തിൻ്റെ പ്രത്യേകമായ ഖൈറുകൾ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. അല്ല, ഐനമ ഒറ്റ പ്രയോഗം വെച്ച് പോയിക്കാം. ഐനമ എന്നുള്ളത് ഹൈസുമ പോലെ, ഹൈസുമ കൈഫമ എന്നൊക്കെ പോലെ ഉപയോഗിക്കുന്ന ഒറ്റ പ്രയോഗമാണ് ഐനമ. ഐനമ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും ശരി
എനിക്ക് അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. വഔസാനി, എനിക്കവൻ വസിയ്യത്തും നൽകിയിട്ടുണ്ട്. എനിക്കവൻ ഉപദേശമായ പ്രത്യേകമായ കൽപ്പനയായി റബ്ബെനിക്ക് അറിയിച്ചിട്ടുണ്ട്. ബിസ്സലാത്തി, നമസ്കാരം കൊണ്ട് റബ്ബെനിക്ക് വസിയ്യത്ത് നൽകിയിരിക്കുന്നു. വസ്സകാത്തി, സകാത്ത് കൊണ്ടും മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. മാ ദുംതു ഹയ്യ, ദുംതു ദാമ ദായിമാവുക, മാദാമ. മാ ദുംതു ഹയ്യ, ഞാൻ ജീവനുള്ളവനായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അല്ലാഹു നിസ്കരിക്കാനും സകാത്ത് നൽകാനുമുള്ള കൽപ്പന റബ്ബെനിക്ക് നൽകിയിട്ടുമുണ്ട്. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. വഔസാനി, അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, എന്നോട് വസിയത്ത് നൽകിയിരിക്കുന്നു എന്നർത്ഥം. അപ്പം നിസ്കാരം വേണം, സക്കാത്ത് വേണം. അതിപ്പോൾ നിസ്കരിക്കണോ അദ്ദേഹം? വേണ്ട. എപ്പോഴാണോ നിസ്കാരം നിർബന്ധമാകുന്നത് അപ്പോൾ, എപ്പോഴാണോ സക്കാത്ത് നിർബന്ധമാകുന്നത് അപ്പോൾ. അതൊക്കെ ഭാവിയിൽ ചെയ്യാനുള്ളതാണ്. ഇതൊന്നും ഈ സംസാരിക്കുന്ന നിമിഷം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. ജനിച്ചു വീണ അവിടെ മുതലേ അദ്ദേഹം നിസ്കരിക്കണില്ല, അന്ന് മുതലേ സക്കാത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതിനേക്കാളും വലിയ അത്ഭുതം അതായി മാറും. സ്ഥിരമായി എല്ലാ ദിവസവും ആ കുട്ടി നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അതേപോലെ കിതാബ് വായിക്കുന്നു എന്നാണെങ്കിൽ അത് വലിയ അത്ഭുതങ്ങളായി ലോകത്ത് പ്രചരിക്കും. ഇത് ഒറ്റ തവണ ഉണ്ടായ ഒരു അത്ഭുതമാണ് ഈ സംസാരം. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മറ്റു കുട്ടികളെ പോലെ തന്നെ അവിടെ ഭക്ഷണം കഴിച്ച് പിന്നെ പാല് കുടിച്ച് അങ്ങനെ വളർന്നു വന്ന് എപ്പോഴാണോ മത നിയമങ്ങൾ ബാധകമാകുന്നത് ആ സമയമാകുമ്പോൾ അവർ അതൊക്കെ ആരംഭിക്കുന്നു. എന്നാൽ ഇതൊക്കെ നടക്കാൻ പോണ കാര്യം റബ്ബ് നിശ്ചയിച്ചത് ഇവിടുന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ ഖദരികൾക്ക് ഇതെല്ലാം അവരുടെ അസ്ലിന് എതിരാണ്. ഖദരിയാക്കൾ അസ്ൽ പ്രകാരം ഇവിടെ അങ്ങനത്തെ ഖദറേ ഇല്ല, ഖദാ ഇല്ല, ഖദറില്ല. ആളുകൾ അവനിഷ്ടത്തിന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യാന്നുള്ള നോക്കുകയാണ്, അല്ലാതെ ഇന്നത് ചെയ്യും എന്ന് അള്ളാഹുത്തെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. സ്വതന്ത്രമായി ഓന് സ്വാതന്ത്ര്യം നൽകി ഓനെ വിട്ടിരിക്കുന്നു. അവനിഷ്ടമുള്ള എന്തും ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ് അള്ളാഹിന് മുമ്പിൽ എത്തുമ്പോൾ ഇതൊക്കെ തൂക്കി കണക്കാക്കി നോക്കിയിട്ടാണ് പിന്നെ അവസാനം ഓണ കാലത്ത് തീരുമാനം ഉണ്ടാകുന്നത്. അപ്പം അത് ശരിയല്ല. റബ്ബ് സുബ്ഹാനഹു ഇതെല്ലാം ഇവിടെ കൃത്യമായി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ നിശ്ചയമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഈ വചനങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കുന്നു. കഴിഞ്ഞില്ല, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വീണ്ടും പറയുന്നു, വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യാ. വബർറൻ ബിവാലിദതി, വബർറൻ, നന്മ ചെയ്യുവാനും റബ്ബിനിക്ക് വസിയത്തുണ്ട്. വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി എന്ന് പറഞ്ഞപ്പോൾ വബർറൻ ബിവാലിദതി, ബർറ്, ബർറ് രണ്ടർത്ഥം ഉപയോഗിക്കാം. ബർറ് നന്മ എന്നർത്ഥമുണ്ട്, നന്മ ചെയ്യുന്നവൻ എന്നും അർത്ഥമുണ്ട്. ബാറ് എന്ന അർത്ഥത്തിൽ ബർറ് ഉപയോഗിക്കുന്നുണ്ട്. നന്മ ചെയ്യുന്നവൻ, ഇന്നഹു ഹുവൽ ബർറുർ റഹീം. അള്ളാഹിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നഹു ഹുവൽ ബർറുർ റഹീം, അല്ലാഹ് ബർറ് റഹീമുമായവനാകുന്നു. നന്മ ചെയ്യുന്നവൻ, ബിർറ് പുണ്യം, ബിർറ് പുണ്യം, ബർറ് പുണ്യം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ. അപ്പൊ എനിക്ക് റബ്ബ് നന്മ എന്നെ റബ്ബ് ഒന്നുകിൽ വജഅലനി മുബാറക് എന്ന് പറഞ്ഞ പോലെ വജഅലനി ബർറൻ ബിവാലിദതി. ബർറ് കലർത്തമുണ്ട്. ഇത് ബിർറ് എന്ന് പേരാണ്. ബിർറ് എന്ന വാക്കിൽ നിന്നാണ് ഇവിടെ ബർറ് ബാറ് എന്ന് പറയുന്നത്. ബിർറ് അതിന് ബരീറ്, ബാറ്, ബർറ് എന്നൊക്കെ ബിർറ് എന്ന വാക്കിൽ നിന്നുണ്ടാകുന്നതാണ്. മറ്റത് ബർറ് എന്ന അസ്ലിയ വാക്കിനുണ്ട്, അവിടെ കര. ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. ബഹറിന്റെ ഓപ്പോസിറ്റായി ബർറ് ഉപയോഗിക്കുമ്പോൾ കടലും കരയും, ആ കരക്കാട് ബർറ് എന്ന് പറയുക. ബുർറ് ഗോതമ്പാണ്, ബുർറ് ഗോതമ്പ്. ബിർറ് പുണ്യം, നന്മ. ലൻ തനാദുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാദുൽ ബിർറ, നിങ്ങൾക്ക് ബിർറ് നേടാൻ കഴിയുകയില്ല. ബിർറ് പുണ്യം. ബിർറ് ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ബർറ്, അതേപോലെ ബാറ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ബർറ എന്ന വാക്കിൽ നിന്നാണ് ബാറ് അല്ലെങ്കിൽ ബർറ്, ബരീറ്, അതൊക്കെ ആ അർത്ഥമാണ്. വജഅലനി മുബാറക്കൻ എന്ന് പറഞ്ഞതുപോലെ വജഅലനി ബർറൻ എന്നർത്ഥം വെക്കാം. അലി വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി എന്ന് പറഞ്ഞ പോലെ വബർറൻ ബിവാലിദതി, എൻ്റെ മാതാവിനോട് നന്മ ചെയ്യണമെന്നും റബ്ബെന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ റബ്ബനെ മുബാറക്കാക്കിയിരിക്കുന്നു, വബർറൻ നന്മ ചെയ്യുന്നവരുമാക്കിയിരിക്കുന്നു, ബിവാലിദതി എൻ്റെ മാതാവിനോട് നന്മ ചെയ്യുന്നവനാക്കിയിരിക്കുന്നു റബ്ബ് എന്നെ. വബർറൻ ബി വാലിദതി, എൻ്റെ മാതാവിനോട്, വാലിദത്ത് മാതാവ്,
ഇവിടെ വാലിദയ്യ എന്ന് പറഞ്ഞില്ല, മാതാപിതാക്കളോടെന്ന് പറഞ്ഞില്ല. അപ്പം ആ കുട്ടി തൊട്ടിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിലും എൻ്റെ മാതാപിതാക്കളോട് എന്നല്ല പറഞ്ഞത്, എൻ്റെ മാതാവിനോട്. അപ്പം പിതാവില്ല എന്ന് അതിന് തന്നെ വ്യക്തമാണ്. ന്യായമായോ അന്യായമായോ അവിടെ പിതാവില്ല. അതുകൊണ്ട് തന്നെയാണ് ബിവാലിദത്തി. ന്യായമായി ഉണ്ടായാലേ പിതാവുള്ളൂ, അന്യായമായി ഉണ്ടായാൽ പിതാവൂല. വ്യഭിചാരത്തിലൂടെ കുട്ടി ഉണ്ടായാൽ അയാളെ വാപ്പയായിട്ട് പരിഗണിക്കൂല. പിന്നെ കെട്ടിച്ചു കൊടുത്താലും ശരി, പിന്നെ കെട്ടിച്ചു കൊടുത്താലും ഇയാൾ വാപ്പയായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വലിയൊരു അബദ്ധമാണത്. സാധാരണ വ്യഭിചരിച്ചു, പെണ്ണ് ഗർഭിണിയായി, അവസാനം ഒക്കെപ്പാടെ മദ്യം പറഞ്ഞിട്ട് ഓനെ കൊണ്ട് പിടിച്ച് കെട്ടിക്കും. കെട്ടിച്ച അവിടെ നാട്ടിലുള്ള ഹേരായി. കെട്ടണ മുമ്പുണ്ടായ ഗർഭം അത് ഓനെ കുട്ടിയല്ല. ഉമ്മ ഓക്കെ, മാതൃത്വം സ്ഥിരപ്പെടും, പിതൃത്വം സ്ഥിരപ്പെടുകയില്ല. അതുകൊണ്ട് ആ കുട്ടിയുടെ പിതാവാകാൻ ഇയാൾക്ക് അർഹതയില്ല. ഇല്ല. പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വലിയ ഇയാളാവുകയില്ല. എങ്ങനെ പറ്റില്ല, കാരണം അയാളെ ബാലൻ്റെ കുട്ടിയാണ്. അപ്പോൾ പറ്റും. അപ്പോൾ പറ്റുന്ന പൊതുവെ പറഞ്ഞു. കാരണം ഇത് മകളായി ഗണിക്കപ്പെടുകയില്ല എന്നാണ്. പിതൃത്വം സ്ഥിരപ്പെടുകയില്ല, അനന്തരാവകാശത്ത് കിട്ടൂല, അതൊന്നും കഴിയില്ല. അത് ശർഈയായിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചിട്ടില്ല. ഇത് ഇന്നിപ്പോൾ നാട്ടിൽ ധാരാളം ഈ പ്രശ്നം വരുന്നുണ്ട്. കാരണം പെൺകുട്ടിയാവും, പിന്നെ ഈ കുട്ടി വലുതാവും, അവസാനം ഈ കുട്ടിനെ ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കുന്നുണ്ടാവും. ഒരു വളരെ സന്തോഷത്തിനും സമാധാനം, ഒരു പക്ഷേ ഭാര്യ ഭർത്തകമായി ജീവിക്കുന്ന പിന്നെ വേറെ കുട്ടികളൊക്കെ പിന്നെ ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികം ഈ കുട്ടി വലുതാകുമ്പോൾ കെട്ടിക്കലും വിവാഹാന്വേഷികളൊക്കെ അയാൾ തന്നെയാണ്. അയാൾ കൈ കൊടുക്കുക, കെട്ടിച്ചെടുത്ത് പോവുകയും ചെയ്യും. പക്ഷെ അയാൾ കെട്ടിച്ചെടുക്കാനുള്ള അവകാശം ഇല്ല. കാരണം അയാൾ ഒരിക്കലും ആ കുട്ടിൻ്റെ വലിയാകുന്നില്ല. ഇയാളുടെ അനന്തര സ്വത്ത് ആ കുട്ടിക്കുണ്ടാവില്ല, ആ കുട്ടിൻ്റെ അനന്തര സ്വത്ത് ഇയാൾക്കും ഉണ്ടാവുകയില്ല. വലിയ പിന്നെ കാലിയായിരിക്കും അവിടെ. കാരണം വേറെ ആരുമില്ല, ആ കുട്ടിയെ സംബന്ധിച്ച് അങ്ങനത്തെ ആരുമില്ല. അതുകൊണ്ട് കാലിയാണ് വലിയായിട്ട് വരിക. സഹോദരൻ ഉണ്ടെങ്കിൽ പറ്റും, സഹോദരൻ വരെയാണ് സഹോദരൻ വലിയാകാം. പിന്നെ ഇയാൾക്ക് നിൽക്കാം എങ്ങനെ? വക്കാലത്ത് പ്രകാരം. ബാപ്പ നിലയ്ക്കല്ല, ഇയാൾക്ക് വക്കാലത്ത് കൊടുക്കാം വലിയായിട്ട്. കാലിയാണെങ്കിൽ ഇയാൾ തന്നെ ഏൽപ്പിച്ചു. പക്ഷെ അപ്പം എൻ്റെ മകൾ എന്നല്ല പറയേണ്ടത്, ഇന്ന കുട്ടിയെ വക്കാലത്ത് പ്രകാരം ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് പറയാൻ പറ്റും. അല്ലാതെ എൻ്റെ മകൾ ഇന്നോളെ കെട്ടിച്ചെന്നു എന്ന് പറയാൻ അവിടെ പറ്റൂല. അത് അയാളെ മകളായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. പിന്നെ ആ കുട്ടിനെ ഉമ്മാനവൻ കെട്ടിയാൽ ഉമ്മാൻ്റെ ഭർത്താവ് എന്നുള്ളതിലേക്ക് മെഹറമായി മാറും. അപ്പോൾ ആ കുട്ടിനെ കാണാം, അത് പറ്റും. കാരണം ഉമ്മത്തതാണല്ലോ, ഉമ്മത്ത സഹോദരിമാരാണ്, ആ നിലയ്ക്ക് ബന്ധം ഉണ്ടാവും. ഇയാൾക്ക് ആ കുട്ടിനെ കാണാൻ പറ്റുമോ ചോദിച്ചാൽ ഉമ്മാനെ പുതിയാപ്പിള എന്നൊക്കെ കാണാൻ പറ്റും. ഉമ്മാനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മാൻ്റെ ഭർത്താവ് എന്ന നിലയ്ക്ക് മെഹറമാണല്ലോ. ആ നിലയ്ക്ക് പിന്നെ ആ കുട്ടിക്ക് ഇയാൾ കാണുന്നതിനും ഇടപഴകുന്നതിനും വിരോധമില്ല. ഇല്ലെങ്കിൽ അതും പറ്റൂല. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അതും പറ്റൂല. ഇനി ഗർഭസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റും, അത് വേറെ മസാല. ഗർഭാവസ്ഥയിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലേ, അത് മറ്റു വിഷയമാണ്. ഗർഭസമയത്ത് തൊലാക്കെല്ലാം പറ്റുമോ വെച്ചാൽ തൊലാക്കെല്ലാം പറ്റില്ല. എന്നാൽ ഗർഭസമയത്ത് നിക്കാഹ് കഴിക്കാൻ പറ്റുമോ, അതും പറ്റില്ല എന്നാണ് പ്രബലാഭിപ്രായം. അപ്പം പിന്നെ ഗർഭം ഉണ്ടായിട്ട് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിക്കാഹ് ശരിയാവുമോ എന്നുള്ളത് അത് മറ്റൊരു വിഷയമാണ്. ഏതായിരുന്നാലും അതെ അതെ, നിക്കാഹ് ശരിയാവില്ലെങ്കിൽ അവിടെ നാടുകളൊക്കെ അത് പ്രശ്നമാണ്. അതിന് വേണ്ടി നിക്കാഹ് ശുഭഹാന്നൊക്കെ വെക്കാം. അതിൽ ഒരു തെറ്റിദ്ധാരണയുള്ള അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം എന്നതിലേക്ക് വേണമെങ്കിൽ അങ്ങനെയെങ്കിലും അത് പരിഗണിച്ച് പോകാം എന്ന് വെക്കാം. ശുഭത്തുള്ള ഉമ്മത്തിന് ഒരു വിഷയ വ്യത്യാസമുള്ള അത് ശരിയാകും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത്. നിക്കാഹ് ചെയ്തൊക്കെ കഴിഞ്ഞു, അതോടെ എല്ലാം ക്ലിയറായി എന്നൊരു ധാരണയിലാണ് ആ നിക്കാഹ് നടക്കുന്നത്. അപ്പോൾ അതിനെങ്കിലും ഒരു പക്ഷേ വേണമെങ്കിൽ പരിഗണന നൽകാം എന്നാണ് ഏറ്റവും നല്ലത്. ആ ഗർഭം പ്രസവിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആ കെട്ടിച്ചു കൊടുക്കുന്നതാണ്. ഗർഭസമയത്ത് കെട്ടിക്കുന്നതിന് പകരം അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം ഓളെ നിക്കാഹ് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഏറ്റവും സൂക്ഷ്മമായ നിലപാട്. അങ്ങനെ നിക്കാഹ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒന്നുമല്ല. ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ ആകെ ഇറങ്ങി വെച്ചപ്പോഴൊക്കെ പിന്നെ അവസരം മദ്യം പറഞ്ഞ് എന്നാൽ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞ് ഒരാൾ കെട്ടിച്ചു കൊടുക്കും. പിന്നെ ഒരു സാധാരണഗതിയിൽ കുടുംബമായിട്ട് ജീവിച്ചു. ഇപ്പോൾ ഇവിടെ ഉണ്ടായി കേസ്, ഇപ്പോൾ ഒരു 10 ഇതേ വിഷയം. ഇത് പണ്ട് ഇതേപോലെ ഉണ്ടായതാണെന്ന് ആർക്കും അറിയില്ല. കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയായാലും അപ്പോൾ 10-18 വയസ്സായി കുട്ടിയുടെ കല്യാണം ശരിയായി ഉറപ്പിച്ച് ആ കുട്ടിൻ്റെ നിക്കാഹ് അടുത്തായപ്പോഴാണ് കാലിക്ക് വിഷയം അറിയാം. അപ്പോൾ കാലിയെടുത്ത് വന്ന് നിക്കാഹിന് ക്ഷണിച്ചപ്പോഴാണ് കാലി പറഞ്ഞത് ആരാ കൈ കൊടുക്കണമെന്ന് ചോദിച്ചു. അത് ഞാൻ കൊടുക്കും, അതിന് ചോദിച്ചു കൊടുക്കുക, എൻ്റെ കുട്ടിയല്ലോ പറഞ്ഞു. അപ്പോഴാണ് ഈ വിഷയം എന്ന് അറിയണത്.
അപ്പോൾ ആകെ പ്രശ്നമായി ബഹളമായി. ഖാദി പറഞ്ഞു എനിക്ക് നിൽക്കാൻ വരാൻ പറ്റില്ല, കാരണം വലിയല്ലാത്ത ഒരാൾ വലിയ നിന്നിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെ അനിക്കാ ചെയ്തില്ല, അതുകൊണ്ട് അനിക്കാ ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റില്ല പറഞ്ഞു. അല്ല ഒരുപാട് ഉസ്താദന്മാരടുത്ത് പോയി എന്തെങ്കിലും വകുപ്പുണ്ട്, അപ്പോൾ ഓരൊക്കെ പറഞ്ഞു ഇതാ അത്ര വകുപ്പുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്തൊന്നും ഞാൻ മുജാഹിദിന് വല്ല വകുപ്പും കിട്ടു നോക്കാൻ വേണ്ടി മറ്റൊക്കെ വിട്ട സ്ഥിതിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് നിവൃത്തില്ല. ഓല് പറഞ്ഞതിനാണ് ശരി. ആ കല്യാണം മുടങ്ങിപ്പോയി. അപ്പോഴേക്കും മറ്റൊരു അറിഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികം ഇങ്ങനെ ഉണ്ടായ കുട്ടി മനസ്സിലായപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾ തയ്യാറില്ല, നമ്മൾ ഒഴിവാകട്ടെ. ഒരു ഒഴിഞ്ഞു പോയി. കാരണം സ്വാഭാവികമായിട്ട് ഒരു മാന്യന്മാരും ഏറ്റെടുക്കാൻ വരില്ല. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ നാട്ടിൽ പൊതുവെ അറിയാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നം. അതാണെന്ന് വെച്ചാൽ വലിയ അല്ലാത്തവർ കെട്ടിച്ചു കൊടുക്കുന്നു ഈ കുട്ടിനെ. അപ്പോൾ ആ കുട്ടിനെ നിക്കാഹും പിന്നെ ശരിയാണില്ല. ഈ കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ വലിയ അല്ലാത്ത ഈ ചങ്ങാതിയാണ് കെട്ടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഓരോ വിവാഹം ശരിയാവുമോ? ഇല്ല. കാരണം ഒരു അങ്ങിലെ കുട്ടിനെ നമ്മൾ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു, വലിയ കാര്യമുണ്ടോ? ഓളെ വാപ്പല്ലോ. അപ്പോൾ വലിയ അല്ലാത്ത ഒരാൾ ഒരു കുട്ടിയെ ഞാൻ കെട്ടിച്ചെന്നു എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു പ്രസക്തി ഇല്ല. ഇല്ല, വാപ്പല്ല കുട്ടിക്ക്, വാപ്പല്ല. അപ്പോൾ അതെ സുജേഷം കുട്ടി ഉത്തരവാദിയല്ലല്ലോ. അപ്പോൾ ഏതായാലും ഇവിടെ തൻ്റെ മാതാവ് നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് റബ്ബ് ഇവിടെ ഈ സംസാരിപ്പിക്കലൂടെ ചെയ്തത് ഈസയുടെ കാര്യത്തിൽ. അതാണ് വബർറം ബിവാലിദത്തി. അപ്പോൾ അവിടെ പോലും ബിവാലിദയ്യ എന്ന് പറഞ്ഞില്ല, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞില്ല, എൻ്റെ മാതാവിനോട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഉമ്മയോട് നന്മ ചെയ്യാൻ റബ്ബെന്നെ കൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ റബ്ബ് മാതാവിനോട് നന്മ ചെയ്യുന്നവനാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ആ ശരീഅത്തിലുമുണ്ട് മാതാവിനോട് നന്മ ചെയ്യുക. അത് ഈ ശരീഅത്തിൽ മാത്രമുള്ളതല്ല, നമ്മളെ ഉമ്മത്തിലേക്ക് മാത്രമുള്ളതല്ല. പൂർവ്വകാല സമുദായങ്ങളിലും അത് പ്രത്യേകമായി നിസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, അതോടൊപ്പം മാതാപിതാക്കളോട് നന്മ ചെയ്യലും പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അന്നും നിസ്കാരമുണ്ട്, അന്നും സക്കാത്തുണ്ട്. രൂപവും ഭാവവും സമയവും ക്രമമൊക്കെ ഒരു പക്ഷേ വ്യത്യാസമുണ്ടായേക്കാം. എന്നുള്ള പോലെ 5 വക്ത് ആയിക്കോളുന്നില്ല, ഇതേപോലെ റക്അത്തുകളാവണമെന്നില്ല, ഇതേ തർത്തീബിലാകണമെന്നില്ല, അതൊക്കെ മാറ്റം വന്നേക്കാം. പക്ഷെ നിസ്കാരം അന്നുണ്ട്, അതേപോലെ സക്കാത്തും അന്നുണ്ട്. നോമ്പ് ഏതായാലും ഉണ്ടെന്ന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത് എന്നിവയൊക്കെ മുമ്പേ ഉണ്ട്. ഹജ്ജുമുണ്ട്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് അവിടെ നിയമമാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ആ സമുദായങ്ങളിലൊക്കെ നടന്നു വന്നിട്ടുണ്ട്. വജഅലനി വബർറൻ ബിവാലിദത്തി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ. വലം യജഅൽനി, എന്നെ അവൻ ആക്കിയിട്ടുമില്ല, ജബ്ബാറൻ ശഖിയ, ശഖിയായ ജബ്ബാറാക്കിയിട്ടില്ല, നിർഭാഗ്യവാനായ ക്രൂരനാക്കിയിട്ടില്ല എന്നാണ് പരിഭാഷയൊക്കെ കൊടുത്ത് കാണുന്നത്. ജബ്ബാറിനാണ് ക്രൂരൻ എന്നിവിടെ അർത്ഥം കൊടുക്കുന്നത്. ശരിക്കും ജബ്ബാർ ശരിച്ചാൽ ഒരാളെയും പിന്നെ വിലമതിക്കാത്തവനും ദേശപ്രകാരം കാര്യങ്ങൾ നടപ്പാക്കുക, അത് ശരിക്കും ജബ്ബാർ ഉണ്ട്. അള്ളാഹ്ക്കേ അതിന് അധികാരമുള്ളൂ. ജബ്ബാർ ആവാൻ സാക്ഷാൽ അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അത് താൻ എന്താണോ വിചാരിച്ചത് അത് നടപ്പാക്കുക. ദേഷ്യം പിടിച്ചാൽ തല്ലണി തല്ല, കൊല്ലണി കൊല്ല, അതാണ് ശരിക്കും ജബ്ബാർ. ഒരാൾക്കും ഒരു വിലയും കൽപ്പിക്കില്ല, ഒരാളെയും പരിഗണിക്കില്ല. അഹങ്കാരി തന്നെ ആയിക്കോളുന്നില്ല. അഹങ്കാരം ഉണ്ടാകുമ്പോൾ ഇതുണ്ടാകും, പക്ഷേ അഹങ്കാരം കൊണ്ട് തന്നെ ശരിക്കും ദേശത്തിൻ്റെ പേരിൽ കാര്യങ്ങൾ നടപ്പാക്കി പോണ ആൾക്കാർ ശരിക്കും ജബ്ബാർ എന്ന് പറയുക. തനിക്ക് എന്താണോ, ആരോടാ ദേഷ്യം തോന്നിയത്, ഓൻ എന്താണോ കാട്ടാൻ തോന്നിയത് അത് കാട്ടും. ഒരാളെയും ഒരു പരിഗണിക്കില്ല, ഒരു വിലയും കൽപ്പിക്കില്ല. അത് ശരിക്കും ജബ്ബാർ. പഴയ അർത്ഥത്തിലൊക്കെ പഴയ ഉസ്താദന്മാരൊക്കെ പോക്കിരി അർത്ഥം വെക്കുക ജബ്ബാറിന്. തന്നെ ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ. ശരിക്കും ജബ്ബാറിന് പോക്കിരി എന്നാണ് ശരിക്ക് പഴയ ഉസ്താദന്മാരൊക്കെ പറഞ്ഞ അർത്ഥം. അതാണ് കുറച്ചും കൂടി അവിടെ ഒരു ഫിറ്റാണ് നമ്മുടെ നാടൻ ഭാഷയ്ക്ക് എത്തുമ്പോൾ. അപ്പം തന്നിഷ്ടം പ്രവർത്തിക്കുക, മറ്റുള്ളവനെ അവഗണിക്കുക, ഒരാൾക്കും ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക, അതാണ് ശരിക്ക് ജബ്ബാർ. അപ്പോൾ ഇവിടെ മനുഷ്യന്മാർ ജബ്ബാറാകാൻ പറ്റില്ല, മനുഷ്യന്മാർക്ക് അബ്ദുൽ ജബ്ബാറാകാം. ജബ്ബാറിൻ്റെ അടിമയാണ്. അപ്പോൾ ഓരോ പേടിച്ചുകൊണ്ട് പോകാൻ ജബ്ബാറിൻ്റെ അടിമയാണ്. അപ്പോൾ ഏതാണ്ട് കുറച്ച് സ്വഭാവമൊക്കെ ഒരുണ്ടാവും എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലാതെ ജബ്ബാറല്ല, ജബ്ബാർ അള്ളയാണ്, അള്ളാഹുവിനാണ് അങ്ങനെ ജബ്ബാറാവാനുള്ള അർഹത. റബ്ബ് എന്ത് തീരുമാനിച്ചോ അത് അള്ളാഹു തആല നടപ്പാക്കുന്നു. അത് തടസ്സമൊന്നുമില്ല, അതിന് സമ്മതം വേണ്ട, ഒരാൾക്കും ചോദിക്കേണ്ട കാര്യമില്ല. അള്ളാഹിന് ഇഷ്ടപ്രകാരം അള്ളാഹുവിന് ഇവിടെ എന്ത് നടപ്പാക്കാം. ആ നിലക്ക് അള്ളാഹുവാണ് ജബ്ബാർ. മനുഷ്യർ അബ്ദുൽ ജബ്ബാർ, ജബ്ബാറിൻ്റെ അടിമകളാണ്. വലം യജഅൽനി,
എന്നെ അള്ളാഹു ആക്കിയിട്ടില്ല ജബ്ബാറൻ, ഒരു ജബ്ബാർ ആക്കിയിട്ടില്ല, അക്രമിയാക്കിയിട്ടില്ല, ക്രൂരനായ ഒരാളാക്കി മാറ്റിയിട്ടില്ല. ഷഖിയ്യ, ഷഖിയ്യ് ഭാഗ്യം കെട്ടവൻ, ഷഖിയ്യ് നിർഭാഗ്യവാൻ, ദൗർഭാഗ്യവാൻ. ഷഖി സഈദിൻ്റെ ഓപ്പോസിറ്റാണ് ഷഖിയ്യ്. സഈദ് വിജയിച്ചവൻ, ഭാഗ്യവാൻ. ഷഖിയ്യ് പരാജിതൻ അല്ലെങ്കിൽ നിർഭാഗ്യവാൻ, ഭാഗ്യം കെട്ടവനാണ് ഷഖിയ്യ്. അപ്പോൾ ഞാൻ ഷഖിയ്യായ ജബ്ബാറല്ല, എൻ്റെ മാതാവിനോട് നന്മ ചെയ്യുന്നവനാണ്, ഷഖിയ്യായ ജബ്ബാറല്ല. ഈ ആയത്തിൽ നിന്ന് ഇമാം ഖുർത്തുബിയൊക്കെ പറയുന്നത് കാണാൻ പറ്റും, മാതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ ജബ്ബാറും ഷഖിയ്യാകും എന്ന് മനസ്സിലാക്കാം. എൻ്റെ ഉമ്മയോട് നന്മ ചെയ്യുന്നവനാണ് ഞാൻ, എന്നെ ജബ്ബാറും ഷഖിയ്യാക്കിയിട്ടില്ല. അപ്പോൾ ഉമ്മയോട് നന്മ ചെയ്യാത്തവർക്ക് ആ സ്വഭാവം ഉണ്ടാവും. ഉമ്മാനെ വെറുപ്പിക്കുക, ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുക, ഉമ്മാനെ തല്ലുക, അങ്ങനത്തെ മനുഷ്യന്മാർക്ക് ഉണ്ടാവുമല്ലോ. ഓർക്ക് അതിൽ മാത്രം നിൽക്കൂലാന്ന്. ബാക്കി എല്ലായിടത്തും ഉഷാറ്, ഉമ്മാനോട് മാത്രം കുഴപ്പം ഉണ്ടാവില്ല. ഓൻ്റെ സ്വഭാവത്തിൽ ഈ രണ്ട് സ്വഭാവം ഉണ്ടാകും. അവൻ ജബ്ബാറും ഷഖിയ്യുമെന്ന ആ രണ്ട് കോലം അവനിൽ ഉണ്ടാകും എന്ന് ഈ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും. അല്ലാഹു അഅലം. വലം യജ്അൽനി, എന്നെ അവൻ ആക്കിയിട്ടില്ല ജബ്ബാറൻ ഷഖിയ്യ, ഷഖിയ്യായ ദൗർഭാഗ്യവാനായ ഭാഗ്യം കെട്ടവനായ ക്രൂരനാക്കി റബ്ബെന്നെ നിശ്ചയിച്ചിട്ടില്ല. അപ്പം ഞാൻ ജബ്ബാറല്ല, ഞാൻ ഷഖിയ്യല്ല, ഞാൻ നബിയാണ്, എനിക്ക് കിതാബുണ്ട്, നിസ്കാരവും സക്കാത്തും കൽപ്പനയുണ്ട്, എൻ്റെ മാതാവിനോട് നല്ല നിലയ്ക്ക് വർത്തിക്കുവാനും എനിക്ക് റബ്ബിൻ്റെ കൽപ്പനയുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് ആ കുട്ടി തൊട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു. മാത്രവുമല്ല വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. വസ്സലാമു അലയ്യ, എനിക്ക് സമാധാനമുണ്ട്. വസ്സലാം, അല്ലാഹുവിൻ്റെ സലാം. നേരത്തെ പറഞ്ഞു സലാമുൻ അലൈഹി എന്ന് അവിടെ പറഞ്ഞല്ലോ. ഇവിടെ വസ്സലാമു, ഒരു സലാം നേരത്തെ പറഞ്ഞു പോയി. രണ്ടാമത് സലാം പറയുമ്പോൾ പിന്നെ അവിടെ അലിഫ് ലാം ഇട്ട് പറയാം. വസ്സലാമു അലയ്യ, എൻ്റെ മേൽ പ്രത്യേകമായ സമാധാനം, രക്ഷയുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ രക്ഷയും സമാധാനവും എനിക്കുണ്ട്. യൗമ വുലിദ്തു, ഞാൻ ജനിച്ച ദിവസം. യൗമ വുലിദ്തു, ഞാൻ ജനിച്ച ദിവസം. വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന ദിവസം. വയൗമ ഉബ്അസു ഹയ്യ, ഞാൻ ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും. അഥവാ ദുനിയാവിലുണ്ട്, ബർസഖിലുണ്ട്, ആഖിറത്തിലുണ്ട്. 3 ഘട്ടമാണല്ലോ. ഒന്ന് ദുന്യാവ്, അത് യൗമ വുലിദ്തു, ദുന്യാവിലേക്ക് ജനിച്ചു വന്ന അവിടെ മുതൽ എനിക്ക് സമാധാനമാണ്. വയൗമ അമൂതു, ഞാൻ മരിക്കുന്നെന്ന്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബർസഖിലേക്ക് എത്തി. ദുന്യാവിലെ ബന്ധങ്ങൾ അവസാനിച്ച് ബർസഖി ലോകത്തേക്ക് അവൻ നീങ്ങി, ഖബറും അതുമായി ബന്ധപ്പെട്ട ആ ലോകവും. വയൗമ ഉബ്അസു ഹയ്യ, ഖബറിന് പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിച്ച് ആഖിറത്തിലേക്കുള്ള ഘട്ടം. ഈ 3 ഘട്ടത്തിലും, ദുനിയാവിലും ബർസഖിലും ആഖിറത്തിലും എനിക്ക് അല്ലാഹു പ്രത്യേകമായ സമാധാനം രക്ഷയും നിശ്ചയിച്ചിരിക്കും. അപ്പോൾ ദുന്യാവിൽ, അതെ ഇസ്ലാമിക്കുണ്ട്, ദുന്യാവിൽ സലാമുണ്ട്, ബർസഖിൽ സലാമുണ്ട്, അതോടൊപ്പം ആഖിറത്തിലും രക്ഷയുണ്ട് എന്ന്. അതെ, രണ്ടിനും പറയാം. ബഅസ വ്യത്യസ്ത ഉപയോഗിക്കും. ഇവിടെ സാധാരണ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്, മരിച്ചതിന് ശേഷം എണീപ്പിക്കാറ്. നീ നിയോഗിച്ചാലും പറയാം. അല്ല, അവിടെ റഫഅ എന്ന വാക്ക് ഉപയോഗിച്ചത്. റഫഅഹുല്ലാഹു ഇലൈഹി, റഫഅ ഉയർത്തി. ബഅസ ഒരാളെ പറഞ്ഞയച്ചാലും ബഅസ എന്ന് പറയാം. നിയോഗിച്ചു, ഒരു ദൗത്യം ഒരാൾ പറഞ്ഞയച്ചു, അല്ലെങ്കിൽ ഒരാൾ നമ്മളൊരു സന്ദേശനായിട്ട് ഒരാളത്തേക്ക് വിട്ടു, അതിനൊക്കെ ബഅസ എന്ന വാക്ക് ഉപയോഗിക്കാം. ലൻ ബഅസല്ലാഹു റസൂല, ഖുർആൻ ഉപയോഗിച്ച വാക്കാണ്. അവർ പറഞ്ഞ മറുപടി ലൻ ബഅസല്ലാഹ്, അല്ലെങ്കിൽ അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഇതാണോ അല്ലാഹു റസൂലായി അയച്ചാൾ, ബഅസ. അപ്പോൾ ഒരാളെ പറഞ്ഞയച്ചാൽ, ദൗത്യവുമായി വിട്ടാൽ ഇതൊക്കെ ബഅസ എന്ന വാക്ക് ഉപയോഗിക്കാം. ഇവിടെ ബഅസ ഉപയോഗിക്കാൻ കാരണം മരിച്ച ഒരാൾ രണ്ടാമത് അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നു. ആ അർത്ഥത്തിൽ അവിടെ ബഅസ ആണ്. ഉബ്അസു, ബഅസ യബ്അസു ഉബ്അസു, ബഅസ അയച്ചു, യബ്അസു അയക്കും. അല്ലെങ്കിൽ ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, യബ്അസു ഉയർത്തെഴുന്നേൽപ്പിക്കും, യുബ്അസു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ഉബ്അസു ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, വയൗമ ഉബ്അസു ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും, ഹയ്യൻ ഹയ്യായിക്കൊണ്ട് ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും. അപ്പോൾ ഈസാ നബിക്കും മരണമുണ്ട് എന്ന് വന്നു. ഈസാ നബിക്കും മരണമുണ്ട്. വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന അന്ന്. രണ്ടാമത് അവിടുന്ന് എണീക്കലുമുണ്ട്. അപ്പം മരണത്തിൽ നിന്ന് മുക്തനല്ല ഈസാ നബിയും. അപ്പോഴും ഇലാഹല്ലാന്ന് വ്യക്തമായി. ദൈവമാണെങ്കിൽ മരിക്കൂലല്ലോ. അപ്പോൾ ദൈവികമായ അംശമില്ല. അപ്പോൾ തുടങ്ങിയത് ഇന്നി അബ്ദുള്ള.
അവസാനിപ്പിച്ചത് 3 ഘട്ടങ്ങൾ. സാധാരണ മനുഷ്യന്മാർക്കുള്ളത് പോലെ 3 ഘട്ടങ്ങൾ അദ്ദേഹത്തിനുമുണ്ട്. ദുനിയാവുണ്ട്, ബർസഖുണ്ട്, ആഖിറമുണ്ട്. ഈ 3ഉം എനിക്കും ബാധകമാണ് എന്ന് വന്നു. ഇല്ല, ഈ ഭൂമിയോ ഇവിടുത്തെ സംവിധാനങ്ങളോ ഇവിടുത്തെ ഈ സിസ്റ്റത്തിനും ഉള്ളിലല്ല അദ്ദേഹം. റഫഅഹുല്ലാഹു ഇലൈഹി. അപ്പോൾ അവിടെ ഈ സിസ്റ്റങ്ങളൊന്നും ഉണ്ടാവില്ല. രാവും പകലും മാറി വരിക, ആയുസ് കൂടി പോവുക, അതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും ശരിയായ വീക്ഷണം. അല്ലെങ്കിൽ ഇസ്ലാമിക്ക് ഇപ്പോഴെങ്ങനെ പ്രായം കൂടണമല്ലോ. പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമി മരിച്ചു എന്ന് പറഞ്ഞത് ഉണ്ട്. ഖാദിയാനികൾ മാത്രമൊന്നുമല്ല, അല്ലാത്തൊരു മരിച്ചു. ഖാദിയാനികൾ പറഞ്ഞത് വേറെ ഉദ്ദേശമേ ഉള്ളൂ. അടുത്ത നബി വരും എന്ന് പറയാൻ വേണ്ടിയാണ് മരിച്ചു എന്ന് ഒരു വാദിച്ചത്. അതല്ലാതെയും ഒറ്റപ്പെട്ട ചില മുർത്തസിയാക്കൾ ചിലരൊക്കെ അത് വാദിച്ചിട്ടുണ്ട്. മുർത്തസി വിഭാഗങ്ങളിൽ ചിലർക്കൊക്കെ ആ വാദമുണ്ട്. അറിയാതെയെങ്കിലും അഹ്ലുസുന്നി ചില ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ ആ അഭിപ്രായം പറഞ്ഞു പോയവരുണ്ട്. അവർക്ക് പറ്റിയ അബദ്ധമായിട്ടാണ് പിരിക്ക ആൾക്കാർ അത് പറയുന്നത്. ഒരുപക്ഷെ അത് സ്വാധീനം കൊണ്ട് ചില സൂക്ഷ്മത കുറവ് പറ്റി അങ്ങനെ പറഞ്ഞു പോയ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അല്ലാഹു അഅലം. അവിടെ നോട്ടതേ. ശരി, ഒന്നുകൂടെ ഓതാം നമുക്ക്. അപ്പോൾ മൊത്തം അർത്ഥം പറയാം. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിൽ കിതാബ വജഅലനി നബിയ്യ. ആ കുട്ടി പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു, എനിക്കവൻ വേദഗ്രന്ഥം തന്നിരിക്കുന്നു, എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുന്തു. ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം നമസ്കാരവും സക്കാത്തും അനുഷ്ഠിക്കാൻ അവൻ എന്നോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വബർറൻ ബിവാലിദത്തി. എൻ്റെ മാതാവിന് നന്മ ചെയ്യുവാനും അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവനും ആക്കിയിരിക്കുന്നു. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യ. ദൗർഭാഗ്യവാനായ ക്രൂരനാക്കി റബ്ബെന്നെ മാറ്റിയിട്ടില്ല. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. ഞാൻ ജനിച്ച ദിവസവും മരണപ്പെടുന്ന ദിവസവും ഞാൻ ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് പ്രത്യേകമായ സമാധാനമുണ്ടായിരിക്കും, ശാന്തി ഉണ്ടായിരിക്കും. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا سبحانك اللهم. السلام عليكم ورحمة الله.